Good Good afternoon, ma'am. afternoon. Okay, Harita. Okay, Marilyn. Good afternoon. Okay. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, ഫർസാന, സിത്തു, ഓക്കെ കഴിച്ചോ? ഓക്കെ. ഓക്കെ, നസ്രീൻ, ഗുഡ് ആഫ്റ്റർനൂൺ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പഠിച്ചത്? പുതിയൊരു ചാപ്റ്റർ നമ്മള് തുടങ്ങി അല്ലെ? ഇതായിരുന്നു ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് അല്ലെ? ഓക്കെ, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന മൊഡ്യൂൾ 2-നകത്തെ 4ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ഓക്കെ, നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ളൂ. ബ്ലഡ് ബാങ്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ജസ്റ്റ് ബ്ലഡിന് ആവശ്യം വരുമ്പോ നമ്മൾ വിതരണം ചെയ്യുന്ന ഒരു ലാബ് അല്ലെ? ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഒരു ഭാഗം മാത്രമല്ല ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെന്താണ്? അവിടെ ബ്ലഡിന് നമ്മൾ കളക്ട് ചെയ്യുന്നു, പ്രോസസ്സിംഗ് നടത്തുന്നു, ടെസ്റ്റിംഗ് നടത്തുന്നു, സെപ്പറേഷൻ നടത്തുന്നു, സ്റ്റോറേജ്, ഇതെല്ലാം നടക്കുന്ന ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമാണ് എന്ത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു ആവറേജ് അല്ലെ, ശരാശരി ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തില് എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞത്? 5 ലിറ്റർ ആണ് അല്ലെ? 5 ലിറ്റർ ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളാണ് അല്ലെ? ഇതൊക്കെ ഫങ്ഷൻസുകളായിരുന്നു നമ്മൾ പറഞ്ഞത്. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന, അതും എമർജൻസി സാഹചര്യങ്ങളില് പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻ ആണ് അല്ലെ? നമുക്കറിയാം ഒരു ബ്ലഡ് ആവശ്യം വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും എന്താണ്? എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടാവും? സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്നാണോ? ആ, കേൾക്കാം. ഓക്കെ ഓക്കെ. ആ, അപ്പൊ എന്ത് പറ്റി? കല്യാണിക്ക് മാത്രമാണോ കേൾക്കാത്ത? എന്ത് പറ്റി? വളരെ കുറവാണ് സൗണ്ട് ആണോ? എന്റെ സൗണ്ട് പൊതുവെ കുറച്ച് കുറവാണ്. കുറച്ച് വേണമെങ്കിൽ സൗണ്ട് കൂട്ടിയിടാം കേട്ടോ. അപ്പൊ നോക്കാം, നമ്മൾ പറഞ്ഞത് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ് അല്ലെ? അതായത് നമുക്ക് ബ്ലഡ് കമ്പോണൻസുകള് ആവശ്യമായിട്ട് വരുന്ന എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ബ്ലഡ് ബാങ്കിനുണ്ട്. ഓക്കെ, ഓക്കെ പ്രസ് ചെയ്യാം. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസുകള് വാലിഡേറ്റ് ചെയ്യാം അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. എന്താണ്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അതായത് ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, അപ്പോ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ അല്ലെ, ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സാമ്പിളുകൾ നമ്മൾ വാലിഡേറ്റ് ചെയ്യാം. അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും മറ്റ് കമ്പോണൻസുകളും റിസർവ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡോണറും പേഷ്യന്റും, അതായത് ഡോണറും റെസിപ്പിയന്റും തമ്മിലുള്ള ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത ഉറപ്പുവരുത്തുക. നമ്മുടെ കാര്യം ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ? എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ബ്ലഡ് ഒരു നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തൊരു ബ്ലഡ് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ചില ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാം. ഓക്കെ, അപ്പോ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന വ്യക്തിയും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ തമ്മില് ഒരു പ്രതിരോധപരമായിട്ട് ഏകദേശം ഒരു അനുയോജിത ഒരു സ്യൂട്ടബിലിറ്റി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള ആ ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിനനുസരിച്ച് കൊണ്ടുള്ള കമ്പോണന്റുകൾ തിരഞ്ഞെടുക്കാം.
അറിയാലോ, അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് RBC എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് ആവശ്യം. അപ്പൊ അവർക്ക് അത് സപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുസരിച്ചിട്ടുള്ള കമ്പോണന്റുകൾ ചൂസ് ചെയ്യുക. അതുപോലെ ബ്ലഡ് കമ്പോണൻസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും ഏറ്റവും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ബ്ലഡ് ബാങ്കില് എല്ലാ ബ്ലഡ് കമ്പോണൻസുകളുടെയും സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കമ്പോണന്റുകൾ തീർന്നു പോകുമ്പോൾ അതിനനുസരിച്ച് അത് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് വെക്കേണ്ടതും ആ കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ മുഹമ്മദ്, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ദാറ്റ് മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാലോ ഈ ബ്ലഡ് ഡൊണേഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകള്, ക്ലബുകള് അതൊക്കെയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്ലബുകള്, സംഘടനകളും മറ്റുമായിട്ട് നല്ലൊരു ആശയവിനിമയം അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. കാര്യം നമുക്കറിയാം ബ്ലഡ് ബാങ്കിനകത്ത് എന്തെങ്കിലും കമ്പോണന്റുകൾക്ക് ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്ലബുകള് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ബ്ലഡ് നമുക്ക് കളക്ട് ചെയ്യാനും അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് ബാങ്കിൽ റിസർവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ ആണോ? എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലൊക്കേഷൻ ആണ് കേട്ടോ. എന്താണ് ലൊക്കേഷൻ ആണ്? ലൊക്കേഷൻ ശ്രദ്ധിക്കാം. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് എന്തിന്റെ സ്ഥാനം? ഐഡിയൽ ലൊക്കേഷൻ ബ്ലഡ് ബാങ്കിന്റെ കേട്ടോ. നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നമ്മളിപ്പോ എന്താണ് ഓരോന്നും പഠിക്കുമ്പോ ഇപ്പൊ ഫാർമസി പഠിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? ഗ്രൗണ്ട് ഫ്ലോറിലോ ഫസ്റ്റ് ഫ്ലോറിലോ ആണ് അല്ലെ. ഇനി ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. കാര്യം എന്താണ്? നമുക്കറിയാം ഒരു ബ്ലഡ് ആവശ്യം വരുന്ന സിറ്റുവേഷനില് ഏറ്റവും എമർജൻസി സിറ്റുവേഷനിലാണ് നമുക്ക് ബ്ലഡ് ആവശ്യം വരുന്നത് അല്ലെ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആകുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അതാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ആ ഒരു ഫ്ലോറിലാണ് ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തത് എന്താണ്? ഈസി വിസിബിലിറ്റി ആയിരിക്കണം. നമുക്ക് ഈസി വിസിബിൾ ആകുന്ന ഒരു ലൊക്കേഷനിലായിരിക്കണം ബ്ലഡ് ബാങ്ക് ഉണ്ടായിരിക്കേണ്ടത്. അറിയാലോ, നമുക്കൊരു ബ്ലഡ് ബാങ്ക് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം വരരുത് അല്ലെ. നമുക്ക് ഈസിലി വിസിബിൾ ആകുന്ന ഒരു ലൊക്കേഷനിലായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വരുന്നത് എന്താണ്? ആണോ? ഓക്കെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, പക്ഷെ പൊതുവെ നമ്മൾ ഐഡിയൽ ലൊക്കേഷൻ പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ് ആൻഡ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. അതോടൊപ്പം ഒരു ബ്ലഡ് ബാങ്ക് എപ്പോഴും എവിടെയായിരിക്കണം? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏതാ? കാഷ്വാലിറ്റി അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ കാഷ്വാലിറ്റി ആണ്, അത്യന്തിക വിഭാഗം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റുകള്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, പിന്നെ ഹോസ്പിറ്റലിന്റെ മറ്റു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ഒക്കെ സമീപത്തായിരിക്കണം. പ്രോക്സിമിറ്റി മീൻസ് അതിന്റെ സമീപത്തായിട്ടായിരിക്കണം ഇതിന്റെ സ്ഥാനം, ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആവണം, അത്രേ ഉള്ളൂ. ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിയുന്ന പേഷ്യൻസിനൊക്കെ നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരാം അല്ലെ. അതുപോലെ കാഷ്വാലിറ്റി, എമർജൻസി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഏറ്റവും അത്യധിക വിഭാഗമാണ് എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കും. പെട്ടെന്നൊക്കെ നമുക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമായിട്ടാണ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളോട് ചേർന്നായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് entry and exit with wide corridors and waiting space to curtail traffic congestion. അതാണ് പറയുന്നത്. It will have a distinct entry and exit with wide corridors and waiting space to curtail traffic congestion. അതിന് പുറമെ എന്ത് വേണം? നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ബാങ്കിലേക്കുള്ള ആ ഒരു എന്താ പറയാ വഴി എന്ന് പറഞ്ഞാൽ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം കേട്ടോ.
സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രി, അതായത് എൻട്രിക്കും എക്സിറ്റിനും സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ടായിരിക്കണം. അതും അത്യാവശ്യം വിശാലമായിട്ടുള്ള കോറിഡോറുകളും ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് സ്പേസുകളും മറ്റും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കട്ടൈൽ ട്രാഫിക് കൺജഷൻ, ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം വാഹനങ്ങളൊക്കെ വരുമ്പോഴും മറ്റുമൊക്കെ ട്രാഫിക് കൺജഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ നടക്കുകയാണെങ്കിലും വാഹനങ്ങൾ വരുന്ന സമയത്തായാലും ആ ഒരു ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു വൈഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള കോറിഡോഴ്സുകളും വെയിറ്റിംഗ് സ്പേസ് ഒക്കെ ഒരു ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. അതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഒക്കെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ആളുകൾക്കായാലും വാഹനങ്ങൾക്കായാലും വരാനും പോകാനുമായിട്ടൊക്കെ സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഒക്കെ ഒരു ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് എന്താണ് പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി സോ ദാറ്റ് there is no interference with the work of the lab technicians. കേട്ടോ, അത് മാത്രമല്ല ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ആയിരിക്കണം, അത്യാവശ്യം വിശാലമായിരിക്കണം. ബട്ട് എന്താണ്? ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പക്ഷെ പബ്ലിക് എൻട്രി കുറവാവാനേ പാടുള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് സ്പേഷ്യസ് ആണെന്ന് കരുതി ഒരുപാട് ആളുകൾക്ക് അങ്ങോട്ടേക്ക് വരാനുള്ള അങ്ങനെ ചെയ്യരുത്. മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. എന്നാൽ അത്യാവശ്യം എന്തായിരിക്കണം? സ്പേഷ്യസ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് പബ്ലിക് എൻട്രി മിനിമം ആക്കി വെക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? സോ ദാറ്റ് ദർ ഇസ് നോ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻസ്. അല്ലെ, ലാബിൽ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസിന്റെ ജോലികൾക്ക് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മിനിമം പബ്ലിക് എൻട്രി അവിടെ അനുവദിക്കുന്നത് കേട്ടോ. അതായത് സ്പേഷ്യസ് ആണ് എന്ന് കരുതി ഒരുപാട് ആളുകൾക്ക് കടന്നു പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എൻട്രി അല്ല നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അലൗഡ് ആയിട്ടുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ അത് ലാബ് ടെക്നീഷ്യൻസിന്റെ ജോലികൾക്ക് തടസ്സം വരാത്ത രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്. ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുപോലെ ഈസിലി വിസിബിൾ ആകും, നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഒരു ലൊക്കേഷനിലായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, മറ്റു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നായിരിക്കണം, അതിന് സമീപത്തായിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിലേക്കുള്ള ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ വിശാലമായിട്ടുള്ള കോറിഡോഴ്സുകളും വെയിറ്റിംഗ് സ്പേസുകളും അവിടെ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. പക്ഷെ മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാവൂ. കാര്യം എന്താണ്? ലാബ് ടെക്നീഷ്യൻസുകളുടെ ജോലികൾക്ക് തടസ്സം വരാത്ത രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെ മനസ്സിലായല്ലോ? ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചു നോക്കൂ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ ആണല്ലോ? അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓർഗാനോഗ്രാം ആണ് കേട്ടോ. എന്താണ് ഓർഗാനോഗ്രാം? എന്താണ് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാല്? എന്താണ് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ? ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു ഓർഗാനോഗ്രാം ആണ്. ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ ഓർ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ് നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പൊ ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇസ് ദ ഡയഗ്രമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷൻസുകൾ തമ്മിലുള്ള ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഹൈറാർക്കിയൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ശ്രേണിപരമായിട്ടുള്ള സ്ട്രക്ചർ. ഇപ്പൊ നമ്മള് ഒരു സിമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മളിപ്പോ ഒരു LP സ്കൂൾ എടുക്കാന്ന് വിചാരിക്കും. ഒരു സാധാരണ ഒരു LP സ്കൂൾ ആണെന്ന് വിചാരിക്കാം.
അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഓർഗാനോഗ്രാം തയ്യാറാക്കണേ. ഏറ്റവും ടോപ്പിൽ ആരായിരിക്കും വരിക? ഹെഡ് മിസ്ട്രസ് അല്ലെ, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആയിരിക്കും വരിക അല്ലെ. അതിന് കീഴിലായിട്ട് ആരുണ്ടായിരിക്കും? ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ടീച്ചേഴ്സിന്റെ താഴെയായിട്ട് കുട്ടികളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ശരിക്കും എന്താണ്, നമ്മൾ അവിടെ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചർ ആണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. എന്നതുപോലെ ഒരു പക്ഷേ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് പൊസിഷൻസുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷനെ ആയിരിക്കും നമ്മൾ ആ ഒരു ഹൈറാർക്കിയൽ സ്ട്രക്ചറിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അതിനെയാണ് നമ്മൾ പൊതുവെ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗാനോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തൊക്കെ നിങ്ങൾക്ക് തരും. കറക്റ്റ് ഓർഡർ എങ്ങനെയാണെന്ന് ചോദിക്കാം. അപ്പൊ ആരുടെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് അത്രയും മാത്രം അവിടെ ശ്രദ്ധിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നും അതിനകത്തൊന്നും ചോദിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ഓർഗാനോഗ്രാം ആണ്. അപ്പൊ ഏറ്റവും ടോപ്പിൽ ആരാണ് നോക്കിയേ? മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. MD എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. അതായത് ഇവിടെ MD അല്ല, അത് മാനേജിംഗ് ഡയറക്ടർ, ഇവിടെ മെഡിക്കൽ ഡയറക്ടർ കേട്ടോ. ഓക്കെ, മെഡിക്കൽ ഡയറക്ടർ ഏറ്റവും ടോപ്പില്. മെഡിക്കൽ ഡയറക്ടറുടെ കീഴിലായിട്ട് ആരാണ് വരുന്നത്? HOD ആണ്. HOD ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഏതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്? ഏതാണ്? ബ്ലഡ് ബാങ്ക് ആണ്. അപ്പൊ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് അല്ലെ. ഏറ്റവും ടോപ്പിൽ ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ കീഴിലായിട്ടാണ് HOD വരുന്നത് അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് ആണ്, അതിന്റെ ഹെഡ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് നോക്കിയേ? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ആണ് അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് വരുന്നത്. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ആണ് അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് വരുന്നത്. ഇനി ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ഒരേ ലെവലിൽ 3 പേരാണ് വന്നിരിക്കുന്നത്. നോക്കൂട്ടോ, അവിടെ സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിലായിട്ട് 3 പേരാണ് വരുന്നത്. കണ്ടോ, നടുക്കൊരു ഏരോ പോകുന്നുണ്ട്, ലെഫ്റ്റിൽ റൈറ്റിലായിട്ട് 2 ഏരോസ് അവിടെ പോകുന്നുണ്ട്. ഈ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിൽ വരുന്ന 3 പേര് ആരൊക്കെയാണ്? ഒന്ന് BTO. BTO ആരാണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. BTO അതിന്റെ ഫുൾ ഫോം ഒക്കെ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. ആരാണ് BTO? ഫുൾ ഫോം എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. രണ്ടാമത് എന്താണ്? ക്വാളിറ്റി മാനേജർ. ആരാണ്? ക്വാളിറ്റി മാനേജർ. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാല് ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്വാളിറ്റി മാനേജറുടെ കീഴിലായിട്ട് ആരും വരുന്നില്ല, അവിടെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ശ്രദ്ധിക്കാം, ലെഫ്റ്റിൽ നോക്കുക കേട്ടോ. BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ആരാണ് വരുന്നത്? ടെക്നീഷ്യൻ ആണ് വരുന്നത്. ടെക്നീഷ്യന്റെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഓക്കെ, ഇനി റൈറ്റിലോട്ട് വരികയാണെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ. അദ്ദേഹത്തിന്റെ കീഴിലായിട്ടാണ് ക്ലർക്കുകള്, നഴ്സസ്, PRO. PRO ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇവരൊക്കെ വരുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിലാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതൊരു ഓർഗാനോഗ്രാം. ഇതൊരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഓർഗാനോഗ്രാം ആണ്. അപ്പൊ ഒന്ന് നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് HOD അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനില് കീഴിലായിട്ട് 3 പേരാണ് ഒരേ ലെവലിൽ വരുന്നത്. ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, 2 ക്വാളിറ്റി മാനേജർ, 3 ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറുടെ കീഴിലായിട്ടാണ് ടെക്നീഷ്യൻ വരുന്നത്. ടെക്നീഷ്യന്റെ കീഴിലായിട്ടാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നത്. റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിലായിട്ടാണ് ക്ലർക്ക്, നഴ്സസ്, പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് എന്നിവർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊരു 2 or 3 പ്രാവശ്യം ഒന്ന് മനസ്സിലെത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഈ ഓർഡർ ചിലപ്പോൾ ഷഫിൾ ചെയ്തൊക്കെ തരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ മനസ്സിലാക്കാനായിട്ട് പറ്റണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ചിന്തിക്കും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു LP സ്കൂളിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു അല്ലെ. ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ടീച്ചേഴ്സ് ഉണ്ടാവും, അവരുടെ കീഴിലായിട്ടാണ് കുട്ടികളുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അവര് സ്വാഭാവികമായിട്ട് ആരോടായിരിക്കും പറയാ? ടീച്ചർമാരോട് പറയും
അല്ലെ? ടീച്ചേഴ്സ് എന്ത് ചെയ്യും? അവർക്കൊരു ബുദ്ധിമുട്ട് വന്ന ആരുടെ അടുത്തേക്ക് അവർ റിപ്പോർട്ട് ചെയ്യാം? ഹെഡ് മിസ്ട്രസിന്റെ അടുത്താണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? എന്നതുപോലെ അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യാം? ആരുടെ അടുത്തേക്ക് റിപ്പോർട്ട് ചെയ്യാം? അദ്ദേഹത്തിന്റെ മുകളിലുള്ള പൊസിഷൻ ആരാണ് അവരുടെ അടുത്താണ് അവർ റിപ്പോർട്ട് ചെയ്യുക, അല്ലെ? അങ്ങനെയും ചോദിക്കാലോ. അപ്പൊ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യാം? അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള മാനേജ്മെന്റ് ആയ HOD ആണ്, അല്ലെ? അതെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി മാനേജർ, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സൂപ്പർവൈസർ, അവർ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അടുത്തായിരിക്കും, അല്ലെ? അങ്ങനെയും നമ്മൾ ചിന്തിക്കണം കേട്ടോ. അപ്പൊ അവർക്കൊരു റിപ്പോർട്ടിംഗ് വരുമ്പോ അവരുടെ തൊട്ട് മുകളിൽ ആരാണോ അവരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട്. ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഓർഡർ അറിയാമെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓർഗാനോഗ്രാം. അപ്പൊ അവിടെ നോട്ട് ചെയ്യാം, PTOന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. PRO എന്ന് പറഞ്ഞാല് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നാണ് കേട്ടോ. അത്രയും അവിടെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. 2-3 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങളൊന്ന് കാണാതെ എഴുതി നോക്കുക. നിങ്ങൾക്ക് ആ കറക്റ്റ് ഓർഡർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒരു റെഫായിട്ട് എഴുതി നോക്കണം കേട്ടോ. അത്രയും മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മളൊരു ബ്ലഡ് ബാങ്കിൽ നടത്തുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, അല്ലെ? പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും മറ്റുമൊക്കെ ഈ ഒരു ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റുകളെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ടൊന്നും ഇല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ളൂ, പഠിക്കാനുള്ളൂ കേട്ടോ. എളുപ്പമാണ്. അപ്പൊ നോക്കാം, വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഒരു ബ്ലഡ് ബാങ്കിനകത്ത് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. A certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. നമ്മളൊരു ബ്ലഡ് ബാങ്കിലോട്ട് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രിലിമിനറി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് പ്രിലിമിനറി ടെസ്റ്റുകൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ടെസ്റ്റുകൾ മാത്രമല്ല കേട്ടോ, ഇതിൽ കൂടുതലും ടെസ്റ്റുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. നമുക്ക് അവിടെ കുറച്ച് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ടൈപ്പിംഗ് ആണ്. എന്താണ്? ടൈപ്പിംഗ് ആണ്. ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ABO ഗ്രൂപ്പ് ആണ് കേട്ടോ. ബ്രാക്കറ്റിൽ ബ്ലഡ് ടൈപ്പ്, അതായത് ഗ്രൂപ്പ് ടെസ്റ്റുകളാണ് നമ്മൾ ആദ്യം നടത്തുന്നത്. നമുക്ക് വരുന്ന ബ്ലഡ് അത് ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലെ? അതാണ് ആദ്യത്തെ പ്രിലിമിനറി ടെസ്റ്റ്. ടൈപ്പിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം, അതായത് ബ്ലഡ് ടൈപ്പ് ഏത് ഗ്രൂപ്പ് ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ പൊതുവെ പറയുന്നത് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. നമ്മുടെ ഹ്യൂമണിലെ ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി പറയാൻ നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാം. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ വെറും 3 ബ്ലഡ് ഗ്രൂപ്പ് അല്ല, 4 ബ്ലഡ് ഗ്രൂപ്പ് ആണ് അതിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? A ഉണ്ട്, B, AB, O, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ Aയും Bയും Oയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊക്കെയാണ്? A, B, AB, O, അങ്ങനെ 4 ഗ്രൂപ്പുകളാണ് ഉള്ളത്. നമ്മൾ പൊതുവെ അതിന് ചേർത്ത് ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. 4 ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഉള്ളത് കേട്ടോ. A, B, AB, O. ഓക്കെ, ഇനി നമ്മളൊരു ബ്ലഡ് ഗ്രൂപ്പ് അത് A ആണ്, അല്ലെങ്കിൽ B ആണ്, AB ആണ്, O ആണ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ എന്തിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്? ഇപ്പൊ ഞാൻ A ഗ്രൂപ്പിൽ പെട്ടുന്ന ആളാണ്, A ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടുന്ന ഒരാളാണ്. ഓക്കെ, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ് എന്നെങ്ങനെയാണ് മനസ്സിലായത്? എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോ അതില് ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താൻ സാധിച്ചത്. എന്തിന്റെ സാന്നിധ്യമാണ്? ആന്റിജൻ എയുടെ സാന്നിധ്യം. ഈ ആന്റിജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ബ്ലഡിൽ തന്നെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ് കേട്ടോ ആന്റിജൻ എന്ന് പറയുന്നത്. സോ എന്റെ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്ന ആന്റിജന്റെ സാന്നിധ്യം കണ്ടെത്തി. അതുകൊണ്ട് ഞാൻ ഏത് വിഭാഗത്തിൽ പെട്ടു? A ഗ്രൂപ്പിൽ പെടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ്. ഇനി വേറൊരാളുടെ ബ്ലഡ് എടുത്തു, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അതിൽ ആന്റിജൻ ബിയുടെ സാന്നിധ്യമാണ് കണ്ടെത്താൻ കഴിഞ്ഞതെങ്കിൽ അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ്? B ബ്ലഡ് ഗ്രൂപ്പിൽ പെടുന്ന ബ്ലഡ് ആണ്.
ഓക്കെ, വേറൊരു ബ്ലഡ് സാമ്പിൾ എടുത്തു, ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് ആന്റിജൻ എയുടെയും ആന്റിജൻ ബിയുടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചു. അത് ഏത് ഗ്രൂപ്പിന് പെടുത്തി? AB എന്ന ഗ്രൂപ്പിനകത്ത് പെടുത്തി. ഓക്കെ, ഇനി വേറൊരു ബ്ലഡ് സാമ്പിൾ എടുത്തു, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആന്റിജന്റെയും സാന്നിധ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? O ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. A എന്ന ബ്ലഡ് ഗ്രൂപ്പില് A എന്ന ആന്റിജനും, B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ B എന്ന ആന്റിജനും, AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ Aയും Bയും എന്ന ആന്റിജനും. ഇനി ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് O ഗ്രൂപ്പാണ്. അതൊരു ചോദ്യമാണ്. അതായത് ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏത് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്? O ഗ്രൂപ്പാണ്. ഓക്കെ, അത് ഇത് വേണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ദ ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അത് O ആണ്. ക്ലിയർ ആയോ? അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് കേട്ടോ. A ഉണ്ട്, B, AB, O. അപ്പൊ A എന്ന ബ്ലഡ് ഗ്രൂപ്പില് A എന്ന ആന്റിജൻ, B എന്ന ബ്ലഡ് ഗ്രൂപ്പില് B എന്ന എന്നത് മനസ്സിലാ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമല്ലോ. അത് കൊടുക്കാൻ പറ്റും. O ഗ്രൂപ്പ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ കാര്യം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യം നമ്മൾ ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ് അവിടെ നടത്തുന്നത് കേട്ടോ. രണ്ടാമത്തത്, ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? RH ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. അതാണ് RH ടൈപ്പിംഗ് അഥവാ RH ഫാക്ടറിന്റെ ടെസ്റ്റിംഗ് ആണ് അവിടെ നടത്തുന്നത്. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ. ചുരുക്കി പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ബ്ലഡ് ഗ്രൂപ്പ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്, ABO. ഇതിൽ തന്നെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും പറയും അല്ലെ. പോസിറ്റീവ് A നെഗറ്റീവ്, B പോസിറ്റീവ് B നെഗറ്റീവ്, അതുപോലെ B പോസിറ്റീവ് B നെഗറ്റീവ്, O പോസിറ്റീവ് O നെഗറ്റീവ് എന്ന് പറയും അല്ലെ. അതായത് എന്താണ് RH ഫാക്ടർ എന്ന് പറഞ്ഞാല്? RH ഫാക്ടർ എന്ന് പറഞ്ഞാല് ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് RH ഫാക്ടർ അഥവാ റീസസ് ഫാക്ടർ എന്നാണ് എന്റെ പേര് പറയാം കേട്ടോ. റീസസ് ഫാക്ടർ, RHESUS, റീസസ്. ഓക്കെ, അതിന് ചുരുക്കിയിട്ടാണ് R വെച്ചായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് RH ഫാക്ടർ നിങ്ങളോട് ചോദിക്കുകയാണ്. The factor which determines the positive or negative blood group. ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ആണ് എന്ത്? RH ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പണ്ട് ഈ റീസസ് എന്ന് പറഞ്ഞിട്ടുള്ള മങ്കീസ് ഉണ്ട്. ഈ മങ്കീസിൽ നടത്തിയിട്ടുള്ള ആ ഒരു എക്സ്പെരിമെന്റിൽ നിന്നാണ് ഈ ഒരു ഫാക്ടറിനെ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന്റെ പേര് റീസസ് എന്ന് പറയാൻ കാരണം കേട്ടോ. അത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീസസ് മങ്കീസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ആ ഒരു മങ്കീസിലാണ് ഈ പറയുന്ന പരീക്ഷണമൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതിനോടുള്ളൊരു എന്താ പറയാ ബഹുമാനാർത്ഥമാണ് ഇങ്ങനെ എന്താണ് RH എന്ന് പേര് കൊടുത്തത് കേട്ടോ. RH ഫാക്ടർ കേട്ടോ. അപ്പൊ ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് RH ഫാക്ടർ ആണ്. ഇനി ഇങ്ങനെയാണത് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു ബ്ലഡ് ഗ്രൂപ്പിനകത്ത് RH ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, RH പ്രസന്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ഇല്ല എങ്കിൽ, ഇഫ് ദർ ഇസ് എ ആബ്സെൻസ് ഓഫ് RH ഫാക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്, RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് നടത്തുന്നത് RH ടൈപ്പിംഗ് ടെസ്റ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? കുറെ ഇതൊക്കെ ചിലർക്കൊക്കെ മിക്കതും അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? RH ഫാക്ടർ കേട്ടോ. ഇനി അപ്പൊ ആ ഒരു ടെസ്റ്റിംഗ് നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. ഈ പോസിറ്റീവും നെഗറ്റീവും ബ്ലഡ് ഗ്രൂപ്പ് ഇതൊക്കെ നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട്. ഓക്കെ, മൂന്നാമത്തെ ടെസ്റ്റ് എന്താണെന്ന് നോക്കിയേ. സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause complications in the recipient. That is transfusion reaction test. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്
ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു ആളിൽ നിന്ന്, ഒരു ഡോണറിൽ നിന്ന് നമ്മൾ ബ്ലഡ് ഒരു റെസിപ്പിയന്റിലോട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തില്, സ്വീകർത്താവിൽ ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ അതിന് പറയുക. എന്താണ് പറയാ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. കേട്ടോ, അതൊക്കെ പല പല ക്ലാസ്സിലും പല പല ടോപ്പിക്കിലൊക്കെ കയറി വരും കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളൊരു ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഈ റെസിപ്പിയന്റിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസുകൾ, അതിനെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. നമ്മൾ പറഞ്ഞല്ലോ, പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞത് ചെറിയ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് ഒരുപക്ഷെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. ചിലതൊക്കെ വളരെ മൈൽഡ് ആയിട്ടുണ്ടാവും, ചെറിയ രീതിയിലുള്ള പനി അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ ഒരു ഷിവറിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കോൾഡ്നെസ്, ഒരു ഫീലിംഗ് ഓഫ് കോൾഡ്നെസ്, ഒരു തണുപ്പ് പോലെ അനുഭവപ്പെടാം, ഷിവറിങ് പോലെ അനുഭവപ്പെടാം. അതൊക്കെ വളരെ മൈൽഡ് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ചിലതില് വളരെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു റിയാക്ഷന്റെ ഭാഗമാണ് എന്ത്? ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ കൊടുക്കുന്ന ബ്ലഡിനകത്ത് പെട്ടെന്ന് ആക്സിഡന്റൽ ആയിട്ട് എന്തെങ്കിലും എന്താ പറയാ, റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്. റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, അത് എന്താണ്? സ്വീകർത്താവിന്റെ ശരീരത്തിലോട്ട് ചെന്ന് കഴിയുമ്പോ, ആ ബ്ലഡ് ചെന്ന് കഴിയുമ്പോ അതിനകത്ത് ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നറിയോ? ആ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ RBCനെ അത് അറ്റാക്ക് ചെയ്യും. അയാളുടെ ശരീരത്തിൽ, അയാളുടെ ബ്ലഡിൽ ഓൾറെഡി ഉള്ള RBCനെ ഇതെന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് RBCനെ നശിപ്പിക്കും. അപ്പൊ നമ്മളൊരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുത്തത്. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരും. മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത്. അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റൽ ആയിട്ട്, അത് എപ്പോഴും ഉണ്ടാവുന്നല്ല പറയുന്നത്, ആക്സിഡന്റൽ ആയിട്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അപ്പൊ അത്തരത്തില് ആക്സിഡന്റൽ ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഗ്രൂപ്പിന്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട്, RH ഫാക്ടറിന്റെ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ കൊടുക്കുന്ന ബ്ലഡിലെ ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ഇവിടെ നടത്തുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. അതേ ചുരുക്കി പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ സ്വീകർത്താവിൽ ഉണ്ടാകാവുന്ന ചില പ്രതികൂലമായിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഒരു കൂട്ടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതും നമ്മൾ കൃത്യമായി ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ടെസ്റ്റിങ്ങും ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണ് പറയുന്നത്? സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ്. അതുപോലെ ആ ഒരു കൊടുക്കുന്ന ബ്ലഡിനകത്ത് നിലവിലുള്ളതോ അല്ലെങ്കിൽ മുന്നുണ്ടായിരുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് അവരെടുത്തു പറയുന്ന ചില ഇൻഫെക്ഷൻസ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇൻക്ലൂഡിങ് എന്തൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C. ഈ ഹെപ്പറ്റൈറ്റിസ് A, B, C, D വരെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, കരൾ വീക്കമാണ് കേട്ടോ. ഹെപ്പറ്റൈറ്റ് എന്ന വാക്ക് കരളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ് കേട്ടോ. കരൾ വീക്കത്തിനെയാണ് നമ്മള് എന്ത് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. RH മീനിങ് ഒന്നുമില്ല ഹരിത, അതിന്റെ ക്ലാസ് ഒന്നും കേൾക്കുന്നില്ലേ? എത്ര പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്? RH മീനിങ് അല്ല, റീസസ് എന്നാണ് കേട്ടോ. റീസസ് കേട്ടോ, RHESUS, റീസസ് ഫാക്ടർ. ഓക്കെ, അതിന്റെ മീനിങ് അല്ല, അതൊരു ഫാക്ടർ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. RH കേട്ടോ, റീസസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം, എന്താണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C. ഓക്കെ, അതായത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരൾ വീക്കമാണ് കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ്, കരളിൽ ഉണ്ടാകുന്ന വീക്കമാണ്. അപ്പൊ അതിനകത്ത് B-യും C-യും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാല് കൂടുതലും ഈ പറയുന്ന സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടൊക്കെ വരുന്ന ഡിസീസസ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് അറിയാലോ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന അസുഖങ്ങളാണ്, സ്രവങ്ങളിലൂടെയും മറ്റുമൊക്കെ വരുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം.
ഓക്കെ. അതേസമയം നമ്മുടെ A, B എന്നൊക്കെ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ഒക്കെ അത് കൂടുതൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ അതിൽ നിന്നുമൊക്കെയാണ് ഉണ്ടാകുന്നത്. അതേസമയം ഹെപ്പറ്റൈറ്റിസ് B, C എന്നൊക്കെ പറയുന്നത് കൂടുതൽ എങ്ങനെയാണ് ഈ പറയുന്ന സെക്ഷുവൽ ട്രാൻസ്മിഷനിലൂടെ ഒക്കെ വരുന്ന അസുഖങ്ങളാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അത്തരം അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് എന്താണ്? HIV അല്ലെ. HIV ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കേട്ടോ. എന്താണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്? HIV മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഇത് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലെ. എയ്ഡ്സ് എല്ലാവർക്കും അറിയാം. HIV ആ ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അതായത് ഈ HIV എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റിനെയാണ്, പ്രതിരോധ ശക്തിനെയാണ്, ഇമ്മ്യൂണിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് ബാധിക്കുന്നത് അല്ലെ. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അതായത് പ്രതിരോധം, ഇമ്മ്യൂണിറ്റിനെ എന്ത് ചെയ്യാണ് അവിടെ കുറയ്ക്കുകയാണ് അല്ലെ, നശിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രതിരോധ ശക്തി കുറയുകയും അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് അവർ വിധേയമായി ആ ഒരു അവസ്ഥയിൽ അവർ മരണപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് ഇത് HIV. HIV ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് കേട്ടോ. ചിലവര് ഡെഫിഷ്യൻസി വിട്ടുപോകും. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയും. അങ്ങനെയല്ല, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ഇമ്മ്യൂണിറ്റിനെ ഡെഫിഷ്യന്റ് ആക്കുന്ന, കുറയ്ക്കുന്ന വൈറസ് കേട്ടോ. HIV ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത് വരുന്നതാണ് ട്രിപ്പോലിമ പാലിഡം ബ്രാക്കറ്റിൽ സിഫിലിസ്. അസുഖത്തിന്റെ പേരാണ് സിഫിലിസ് കേട്ടോ. സിഫിലിസ് എന്നുള്ളത് അസുഖത്തിന്റെ പേരാണ്. ആ ഒരു അസുഖം, ആ ഒരു ഡിസീസ് വരുന്നതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ, അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓർത്തു വെക്കാം. അതൊരു ഇൻഫെക്ഷൻ പലതരത്തിൽ ഉണ്ടാവല്ലോ. വൈറസ് മൂലം ഉണ്ടാവാം, ബാക്ടീരിയ മൂലം ഉണ്ടാവാം, ഫംഗസ് മൂലം ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. സിഫിലിസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് എന്ത്? ട്രിപ്പോലിമ പാലിഡം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ സിഫിലിസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയും പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയും. പറങ്കിപ്പുണ്ണ് അതായത് പണ്ട് ഈ പറയുന്ന പോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. പ്രത്യേകിച്ച് പണ്ട് കാലത്ത് പറങ്കികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെയാണ് ഈ പറയുന്നത്. പണ്ട് കാലത്തൊക്കെ പോർച്ചുഗീസുകാരൊക്കെ ആണല്ലോ ഏറ്റവും തുടക്കം അവരല്ലേ വന്നത്. ഈ പോർച്ചുഗീസുകാരൊക്കെ വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അസുഖമാണിത്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് പറങ്കിപ്പുണ്ണ് എന്ന് പറയുന്നത്. പറങ്കികൾ എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരാണ്. അപ്പൊ അതിനെയാണ് ഈ സിഫിലിസ് എന്ന് പറയുന്നത്. അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരാണ് എന്ത്? ട്രിപ്പോലിമ പാലിഡം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോട് ചോദിക്കാം, സിഫിലിസ് ഒരു എന്ത് ഇൻഫെക്ഷൻ ആണ്? വൈറൽ ഇൻഫെക്ഷൻ ആണോ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ, അതോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ? എന്താണ്? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇനി നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം, ദ ബാക്ടീരിയ ദാറ്റ് കോസസ് സിഫിലിസ്. സിഫിലിസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ആ ബാക്ടീരിയയുടെ പേര് ഏതാണ്? ട്രിപ്പോലിമ പാലിഡം. എന്താണ്? ട്രിപ്പോലിമ പാലിഡം. ഓക്കെ. അപ്പോ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും എവിടെ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. ഇത്രയാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രിലിമിനറി ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ ടൈപ്പിംഗ് ആണ് അല്ലെ, ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ്. അതായത് നമ്മൾ മനുഷ്യരിൽ പൊതുവെ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ് നമ്മൾ പറയാ. ABO അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത് കേട്ടോ. ഓക്കെ. രണ്ടാമത് RH ടൈപ്പിംഗ് ആണ് അല്ലെ, റീസസ്. RH എന്ന് പറയുമ്പോൾ റീസസ് ഫാക്ടർ ആണ്. ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയുന്നതിനായിട്ടുള്ള ഫാക്ടർ ആണ് റീസസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, RH ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ മൂന്നാമത് എന്ത് ടെസ്റ്റാണ് നടത്തുന്നത്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ സ്വീകർത്താവില് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടകരമായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. അതുകൂടാതെ പാസ്റ്റ് ഇൻഫെക്ഷൻസ് ലൈക്ക് HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B and C, പിന്നെ സിഫിലിസ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കി.
ഏതാണ് മൂന്നാമത്തെയോ? മൂന്നാമത്തെ സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്. അതായത് നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് ആ ബ്ലഡിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്ന വസ്തുക്കളാണ്. അതായത് നമ്മൾ ആ ബ്ലഡ് കൊടുത്തു കഴിയുമ്പോ ആ സ്വീകരിക്കുന്ന ആളുണ്ടല്ലോ, അയാളുടെ ശരീരത്തിൽ RBC ഉണ്ടല്ലോ, അതിനെ അറ്റാക്ക് ചെയ്യുന്ന റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട്. ഞാനൊരാൾക്ക് ബ്ലഡ് കൊടുക്കുകയാണ്, എന്റെ ബ്ലഡില് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം എന്താണെന്നറിയോ, അത് അയാളുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ RBCനെ അത് നശിപ്പിച്ചു കളയും. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അയാൾക്ക് അപകടം സംഭവിക്കില്ലേ? അപ്പൊ അത്തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ പ്രസൻസ് ചെക്ക് ചെയ്യാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ എവിടെ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട് കേട്ടോ. അതാണ് നെക്സ്റ്റ് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് കേട്ടോ. ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്പ്? ബ്ലഡ് ഗ്രൂപ്പുകൾ നമ്മൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 4 അല്ലേ പറഞ്ഞത്? AB, O. അപ്പൊ ടൈപ്പ് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സ്പെസിഫൈ ചെയ്ത് പറയണം. അപ്പൊ എത്ര ടൈപ്പ് ഉണ്ടാവും? 8 ടൈപ്പ് ഉണ്ടാവും അല്ലെ? 4 ബ്ലഡ് ഗ്രൂപ്പ് 8 ടൈപ്പ് അല്ലെ? A പോസിറ്റീവ് നെഗറ്റീവ്, B പോസിറ്റീവ് നെഗറ്റീവ്, AB പോസിറ്റീവ് നെഗറ്റീവ്, O പോസിറ്റീവ് O നെഗറ്റീവ്. 8 ടൈപ്പുകളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ വേറെ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഇൻഫർമേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്സ്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ് കേട്ടോ. അതായത് ബ്ലഡ് ടൈപ്പുകളുടെ വിതരണത്തിനെ സംബന്ധിക്കുന്ന, അതായത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്നതും കുറവ് കാണപ്പെടുന്നതുമായിട്ടുള്ള ആ ഒരു ബ്ലഡ് ടൈപ്പിന്റെ ആ ഒരു വിതരണത്തെ പറ്റിയിട്ട്, അതും അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ അവര് കണ്ടക്ട് ചെയ്ത ഒരു സർവേയുടെ ബേസിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കാണാണ്ട് പഠിക്കൊന്നും വേണ്ട. പക്ഷെ ഈ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. എത്ര ടൈപ്പ് ഉണ്ട്? 8 ടൈപ്പ് ഉണ്ട് അല്ലെ? നോക്കിയേ, ORH പോസിറ്റീവ്. RH പോസിറ്റീവ് എന്ന് പറയുന്നത് RH ഉണ്ടെങ്കിൽ എന്താണത്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ O പോസിറ്റീവ് എത്ര ശതമാനം നോക്കിയേ? 39% ആണ്. B പോസിറ്റീവ് 9%, AB പോസിറ്റീവ് 3%, O നെഗറ്റീവ് 9%. അതുപോലെ A പോസിറ്റീവ് 31%, A നെഗറ്റീവ് 6%, B നെഗറ്റീവ് 2%, and AB നെഗറ്റീവ് 1%. ഈ ടേബിള് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ആളുകളില് കാണപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് പറയാമോ? ആ ടേബിൾ ഒന്ന് നോക്കി പറഞ്ഞേ. ഏറ്റവും കൂടുതൽ ആളുകളില് കാണപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് നോക്കിയേ. ഏതാണ് നോക്കിയ പെർസെന്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതാണ്? O പോസിറ്റീവ് ആണ് അല്ലെ? അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് അതിലുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് അതിന്റെ പെർസെന്റേജ് ഒന്നും നിങ്ങൾ കാണാനൊന്നും പഠിക്കേണ്ട. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഏറ്റവും കൂടുതൽ ആളുകളിൽ വിതരണം ചെയ്യപ്പെടുന്നത്, മീൻസ് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ് ആണ്. എത്ര പെർസെന്റേജാ? 39%. അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയേ. അതിന് തൊട്ട് താഴെ പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? ഓക്കെ, നന്ദിനി പറഞ്ഞ കറക്റ്റ് ആണ്. വേൾഡ് നോൺ ഏതാണ്? A പോസിറ്റീവ് ആണ് അല്ലെ? തൊട്ട് താഴെ 31% കിടക്കുന്നത് ഏതാ? A പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് എന്ന് പറഞ്ഞേ. ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് നോക്കി. ഏതാണ്? AB നെഗറ്റീവ്. ഏതാണ്? AB നെഗറ്റീവ് അല്ലെ? ഓക്കെ, ആ കാര്യങ്ങള്, ആ 3 ഇൻഫർമേഷൻസുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് O പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവ് അല്ലെ? ഏറ്റവും കുറവ് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബ്ലഡ് ടൈപ്പ് ഏതാന്ന് വെച്ചാൽ അത് AB നെഗറ്റീവ് ആണ്. നിങ്ങൾ പറയുന്നത് സ്പെസിഫൈ ചെയ്ത് തന്നെ പറയുന്നു കേട്ടോ. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ വെറുതെ AB O അങ്ങനെ ആയിരിക്കില്ല കാണാം. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് പ്രത്യേകം തന്നെ കാണും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. AB എന്ന് പറഞ്ഞ പോലെ AB നെഗറ്റീവ് ആണ്, AB പോസിറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ AB നെഗറ്റീവ് ആണ് ഏറ്റവും കുറവ് ആളുകളിൽ കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബ്ലഡ് ബാങ്കിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ.
അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ് കേട്ടോ. ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസിനെ പറ്റിയിട്ട്, അതായത് ഒരു ബ്ലഡിനകത്തുള്ള ഫാക്ടേഴ്സുകൾ കേട്ടോ, ഘടകങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ ചോദിച്ചു, ബ്ലഡിനകത്ത് എത്ര കമ്പോണന്റുകൾ ഉണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ കുറെ പേരൊക്കെ അറിഞ്ഞു അല്ലെ, 4 കമ്പോണന്റുകളാണ് ഉള്ളത്. അപ്പൊ ആ കമ്പോണന്റുകളും അതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അതിന് ചോദിക്കാനുണ്ട്. ഓരോ കമ്പോണന്റിന്റെ ഫങ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഫങ്ഷൻ എന്നിട്ട് ഏത് കമ്പോണന്റ് ആണ്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കുറെയൊക്കെ നമുക്ക് ചിലതൊക്കെ അറിയാവുന്നതായിരിക്കാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നോക്കാം. When blood or one of its constituent parts is transferred, each component serves many functions that includes the following. നമുക്കറിയാം ഓരോ കമ്പോണന്റിനും അതിൻ്റെതായ ചില ഫങ്ഷൻസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെ ഫങ്ഷൻസുകളാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. RBC, റെഡ് ബ്ലഡ് സെൽസ് അഥവാ RBC, ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, RBCയുടെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമോ? എന്താണ് RBCയുടെ ഫംഗ്ഷൻ നോക്കിയേ. അതായത് നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ്. ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, ഇത് ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. ബ്ലഡിലെ കമ്പോണൻസുകൾ ഏതൊക്കെയാണ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, ഫസ്റ്റ് വൺ RBC ആണ്, റെഡ് ബ്ലഡ് സെൽ ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താ നോക്കി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. These cells transport oxygen to the tissues in the body and are commonly used to treat anemia. അതായത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, ഓക്സിജൻ സംവഹനമാണ് ആരുടെ ഫംഗ്ഷൻ? RBCയുടെ ഫംഗ്ഷൻ. അതായത് നമ്മുടെ ശരീരത്തില് നമ്മുടെ ഓക്സിജനിലുള്ള, അതായത് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ ടിഷ്യൂസിലോട്ട് എത്തിക്കുക, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബ്ലഡിന്റെ ആരാണ്? കമ്പോണന്റ് ആരാണ്? RBC ആണ് കേട്ടോ. ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് അയാളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരകലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ വിതരണം ചെയ്യുന്നത്, ഓക്സിജൻ സംവഹനം നടത്തുന്നത് ബ്ലഡിലെ ഏത് ബ്ലഡ് സെല്ലാണ്? RBC ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറ്റ് ആർ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. വിളർച്ച വന്നു കഴിഞ്ഞാൽ അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് കമ്പോണന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്? RBC ആണ് കേട്ടോ. ഇതാണ് RBC ആണ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ നമുക്കറിയാം. RBC ചുവന്ന രക്താണു അല്ലെ, അതിന് ചുവപ്പ് നിറം കൊടുക്കുന്നതാണ് എന്ത്? ഹീമോഗ്ലോബിൻ അല്ലെ, ഹീമോഗ്ലോബിൻ. അപ്പൊ നമ്മൾക്ക് അനീമിക് ഒക്കെ ആണെങ്കിൽ ഹീമോഗ്ലോബിൻ HB ലെവൽ നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, HB ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അനീമിക് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. ചിലപ്പോൾ ഡോക്ടർ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളോട് പറയില്ല അനീമിക് ആണെന്ന് പറയും അല്ലെ. വിളർച്ച ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു മെറ്റൽ ഉണ്ട്, ഇരുമ്പ് അല്ലെ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണ്? ഇരുമ്പാണ്, അയൺ ആണ്. അപ്പൊ അയണിന്റെ ഡെഫിഷ്യൻസി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് അനീമിക് ആവാണ്, വിളർച്ച വരികയാണ്. അപ്പൊ ഈ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ണിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, അവിടെ ഇങ്ങനെ വെളുത്തിരിക്കും അല്ലെ. അങ്ങനെ ഒരു അനീമിക് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഇതും കൂടെ സംഭവിക്കും. നമുക്കൊരു കിതപ്പ് പോലെയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. കാര്യം എന്താ? ഓക്സിജൻ സംവഹനം നടക്കില്ല. കാര്യം എന്താ? ഈ HBയുടെ അളവ് കുറവാണ്, RBCയുടെ കൗണ്ട് കുറവാണ്. RBCയുടെ ഫംഗ്ഷൻ എന്താ? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലെ. ഈ ഓക്സിജൻ നമ്മുടെ ശരീരകലകൾക്ക് ലഭിക്കാതെ വരുമ്പോൾ, ഓക്സിജന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കിതപ്പ് പോലെ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടും അല്ലെ. അനീമിക് ആയിട്ട്, സിവിയർ അനീമിക് ആയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അനീമിക് ആവുമ്പോൾ നമുക്ക് അയൺ ടാബ്ലറ്റ്സുകളൊക്കെ തരുന്നത് അല്ലെ, അയൺ ഗുളികയൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് പറയും അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് പോലെ ഓർത്ത് വെക്കാം, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ എന്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം? അനീമിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ സപ്ലൈ ചെയ്യുന്ന കമ്പോണന്റ് എന്താണ്? RBC ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന കമ്പോണന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയോ? നമ്മുടെ ബ്ലഡിനെ ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ബ്ലഡിലെ കമ്പോണന്റ് ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. ഓക്കെ, രക്തം കട്ട പിടിക്കാൻ നമ്മെ സഹായിക്കുന്ന ബ്ലഡിലെ രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. ഓക്കെ, നോക്കുക. They help the blood to clot and are used to treat leukemia and other forms of cancer.
ഓക്കെ, അതായത് നമ്മൾ സാധാരണ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് നമ്മൾ പൊതുവെ എവിടെയാണെന്നറിയോ സപ്ലൈ ചെയ്യാം? പല ടൈപ്പ് ക്യാൻസർ പേഷ്യൻസിന്, അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് ക്യാൻസർ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ റേഡിയേഷൻസും മറ്റുമൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ അവരുടെ ഉള്ളിൽ ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്, ഇന്റേണൽ ബ്രൂയിസിങ്, ചതവ് അതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ പ്ലേറ്റ്ലെറ്റ് കൊടുക്കണം. പ്ലേറ്റ്ലെറ്റ് കൊടുക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവില്ലല്ലോ. ബ്ലഡ് അവിടെ ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ്. ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ക്യാൻസർ, ലുക്കീമിയ പോലെയാണ്. ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ആണ്. മറ്റു പല ക്യാൻസറുകളുടെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പ്ലേറ്റ്ലെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, വിച്ച് ബ്ലഡ് സെൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ടു ക്ലോട്ട്? ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഏതാണ്? WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ, ശ്വേത രക്താണുക്കൾ എന്ന് നമ്മൾ പറയും അല്ലെ. എന്താണ് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. ദീസ് സെൽസ് ഹെൽപ്സ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. അതായത് നമ്മളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സെല്ലുകളാണ് വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് അല്ലെ. WBC എന്താണ്? ഇറ്റ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ് അല്ലെ, നമ്മുടെ പ്രതിരോധ ശക്തിയെ നിലനിർത്താൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? WBC ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞപ്പോ നമുക്ക് നല്ല ഇൻഫെക്ഷൻ ഒക്കെ വരാറുണ്ട്. പനിയൊക്കെ കൂടിപ്പോയി നല്ല ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മളോട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയാന്ന് വിചാരിക്കും. ഈ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ WBCയുടെ കൗണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും, കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട്. ആ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ധാരാളം WBC പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ WBC കൗണ്ട് നോക്കുമ്പോൾ ഡോക്ടർ പറയും ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ ആന്റിബയോട്ടിക് എഴുതും അല്ലെ. അപ്പൊ തന്നെ ആന്റിബയോട്ടിക് എഴുതും. ഈ WBC തന്നെ 5 ടൈപ്പ് ഉണ്ട്. നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, 5 ടൈപ്പ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ഈ CBC ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, ടെസ്റ്റ് ചെയ്യുമ്പോൾ WBC തന്നെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ എന്നൊക്കെ പറഞ്ഞ ഓരോന്നിന്റെ അളവ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്താണ്? ഈ പറയുന്ന 5 എണ്ണം WBCകളാണ്. മോണോസൈറ്റ്, അതുപോലെ തന്നെ ന്യൂട്രോഫില്, ഈസിനോഫില്, ബേസോഫില്, ഇതൊക്കെ എന്താണ്? വിവിധ തരത്തിലുള്ള WBC ആണ് കേട്ടോ. അതിൽ ഈസിനോഫിലിന്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഈ ആസ്മ, ശ്വാസം മുട്ടല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, പൊതുവേ നമ്മള് ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ എഴുതുമ്പോൾ ഇത് നോക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ WBCയുടെ കൗണ്ട് കൂടുതലാണെന്ന് കണ്ടാൽ തന്നെ ഡോക്ടർ എന്ത് ചെയ്യും? ആന്റിബയോട്ടിക്കും കാര്യങ്ങളും എഴുതാറുണ്ട്. അപ്പൊ ഈ WBCയുടെ ഫംഗ്ഷൻ എന്താണ്? അതായത് ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ്. അതിന് സഹായിക്കുന്ന, ഒരു രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? അത് WBC ആണ്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ് കിട്ടിയോ? ആദ്യത്തെ RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. എന്ത് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അനീമിയ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. Then പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ ബ്ലഡ് ടു ക്ലോട്ട് അല്ലെ, ബ്ലഡിന് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ലാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ലുക്കീമിയ ഓർ അതർ ഫോംസ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് പ്ലേറ്റ്ലെറ്റുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. Then വൈറ്റ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പിംഗ് ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. ഓക്കെ, then അടുത്ത ഭാഗമാണ് ഇത് പ്ലാസ്മ. എന്താണ് പ്ലാസ്മ? പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ രക്തത്തിനകത്തുള്ള ദ്രാവക ഭാഗം, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. മറ്റുള്ളതൊക്കെ ബ്ലഡ് സെല്ലുകളാണ്, കോശങ്ങളാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. നമ്മുടെ ബ്ലഡിന്റെ ദ്രാവക ഭാഗത്തിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മയാണ്. ഓക്കെ, ഈ പ്ലാസ്മയ്ക്കകത്താണ് നമ്മൾ ഈ പറഞ്ഞ RBCയും പ്ലേറ്റ്ലെറ്റും അതുപോലെ WBC ഒക്കെ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് വായിക്കാം. The watery fluid part of the blood
in which the red blood cell, white cell and platelets are suspended. Okay, നിങ്ങളോട് ചോദിക്കാം, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, which is the fluid part of the blood. Fluid part of the blood ഏതാണ്? പ്ലാസ്മയാണ്. Okay, the plasma is required to carry many parts of the blood through the bloodstream. നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്ലാസ്മയ്ക്കകത്താണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ കാണപ്പെടുന്നത് അല്ലെ. ഇത് ഫ്ലൂയിഡ് പാർട്ടാണ്, ഇത് ദ്രാവക ഭാഗമാണ്. ഇതിങ്ങനെ ഒഴുകി നടന്നുകൊണ്ടാണ് വിവിധ കമ്പോണന്റുകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, ഇനി പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. പ്ലാസ്മ പെർഫോംസ് മെനി ഫങ്ഷൻസ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം, അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്ത് വെച്ചോ, അല്ലാത്തവര് അറിയാവുന്നവര് എഴുതുന്നില്ല കേട്ടോ. അതായത് അത് ചോദിച്ചിട്ടല്ല, എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. ഈ പ്ലാസ്മയിൽ പ്രധാനമായിട്ടും 3 പ്രോട്ടീനുകളാണ് ഉള്ളത്. ഇത്രയാണ് 3 പ്രോട്ടീനുകൾ. നിങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതിക്കോ, പ്ലാസ്മ എഴുതിയിട്ട് അതിന് 3 ആയിട്ട് ഇങ്ങനെ ആരോ ചെയ്താൽ മതി കേട്ടോ. പ്ലാസ്മ എന്ന് എഴുതിയിട്ട് അതിന് ഇങ്ങനെ 3 ആരോ കൊടുക്കാം. ഓക്കെ, ഒരു ആരോയ്ക്ക് എടുത്ത് നിങ്ങൾ എഴുതിക്കോളൂ, ആൽബുമിൻ എന്ന് എഴുതിക്കോളൂ കേട്ടോ. മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി, അന്വേഷണം എഴുതുന്നില്ല. ആൽബുമിൻ, ആൽബുമിൻ എഴുതിക്കോളൂ. ഒരു പ്ലാസ്മയിൽ കാണുന്ന ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. രണ്ടാമത്തെ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ഇതാണ് ഗ്ലോബുലിൻ, ഗ്ലോബുലിൻ. ഓക്കെ, പ്ലാസ്മയിൽ കാണുന്ന മൂന്നാമത്തെ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഇതാണ് ഫൈബ്രിനോജൻ. കിട്ടിയോ? 3 പ്രോട്ടീൻസുകൾ കിട്ടിയോ? പ്ലാസ്മ പ്രോട്ടീനുകളാണ് കേട്ടോ. പ്ലാസ്മയ്ക്കകത്ത് കാണപ്പെടുന്ന 3 പ്രോട്ടീനുകളാണ്. ഇതൊക്കെയാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. എഴുതിയല്ലോ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ആൽബുമിന്റെ ഫംഗ്ഷൻ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക കേട്ടോ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? അതായത് രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണെന്നറിയോ? ഗ്ലോബുലിൻ ആണ്. ഓക്കെ, രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലോബുലിൻ ആണ്. ഓക്കെ, ഫൈബ്രിനോജൻ. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. നമ്മൾ നേരത്തെ പ്ലേറ്റ്ലെറ്റിന്റെ പറഞ്ഞില്ലേ, പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് സെല്ലാണ്, രക്തകോശമാണ്. ഇത് പ്ലാസ്മ പ്രോട്ടീൻ ആണ് കേട്ടോ. ഇത് പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. കിട്ടിയോ? വെറുതെ എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പൊ പ്ലാസ്മയ്ക്കകത്ത് 3 കമ്പോണന്റുകൾ ഉണ്ട്. ഒന്ന് ആൽബുമിൻ. ആൽബുമിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ളതാണ്. രണ്ടാമത്തത് ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നു. മൂന്നാമത്തെ കമ്പോണന്റ് എന്താണ്? ഫൈബ്രിനോജൻ ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത് തന്നെയാണ് പ്ലാസ്മയുടെ ഫങ്ഷൻസ് ആയിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? പ്ലാസ്മയുടെ ഫങ്ഷൻസ് ആയിട്ട് അവിടെ ആ 3 പോയിന്റുകളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇനിയിപ്പോ അത് ഫുള്ള് നമുക്ക് പറഞ്ഞു തീർക്കാനുള്ള ഒരു സമയമില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഓർഗാനോഗ്രാം അല്ലെ. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. പിന്നെ ഓർഗാനോഗ്രാം, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ 2 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങളൊന്നും കാണാതെ എഴുതി നോക്കണം കേട്ടോ. ആ ഒരു ഓർഡർ ചിലപ്പോൾ തെറ്റിച്ചൊക്കെ തരും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർഡറിലാക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് കമ്പോണന്റ് ടെസ്റ്റുകൾ അല്ലെ. എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ നടത്തുന്നത് ബ്ലഡ് ബാങ്കിനകത്ത്? പിന്നെ പൊതുവെ ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് ടൈപ്പുകൾ അത് നമ്മൾ കണ്ടു. പിന്നെ കമ്പോണന്റുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ വരെ, പ്ലാസ്മ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്ലാസ്മ ഒന്നുകൂടെ പറയാമോ? പ്ലാസ്മ ഒന്നുകൂടെ പറയാമോ? ലാസ്റ്റ് പോയിന്റ് പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിനകത്തുള്ള ബ്ലഡിലെ ദ്രാവക ഭാഗം കേട്ടോ. ദ്രാവക ഭാഗം, വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, അതിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയുടെ അകത്താണ് മറ്റുള്ള രക്തകോശങ്ങളൊക്കെ കാണപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് RBCനെയും WBCനെയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കണമെങ്കിൽ എന്താണ്? ഒരു ഫ്ലൂയിഡ് മീഡിയ അവിടെ വേണം. ആ ഫ്ലൂയിഡ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മയാണ്. പ്ലാസ്മയിലൂടെയാണ് ഈ പറയുന്ന രക്തകോശങ്ങളൊക്കെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത്. ഓക്കെ ഓക്കെ മാഡം, ആൽബുമിൻ ഒന്ന് പറയാമോ മാഡം?
ആൽബുമിൻ എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക കേട്ടോ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ CBC ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൽബുമിന്റെ ഫംഗ്ഷൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. ഗ്ലോബുലിന്റെ ഫംഗ്ഷൻ എന്താണ്? രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുക. ഫൈബ്രിനോജന്റെ ഫംഗ്ഷൻ എന്താണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ഓക്കെ, താങ്ക് യു മാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ നല്ല വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. താങ്ക് യു മാം. Thank you, ma'am. Okay, thank you, ma'am.